നിമിഷമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം. We cannot see God make a way for me. He will make a way. And to see, we cannot see God make a way for me. He will make a way. He will make a way. He will make a way. നമസ്കാരം. നമ്മുടെ പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ സുഹൃത്തുക്കളും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ശുഭദിനത്തിൽ, ഈ ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ അധ്യാപകരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുള്ള കർത്തവ്യമാണ് എന്നെ നിക്ഷിപ്തമാണ്. നമ്മുടെ ടീച്ചേഴ്സായ എക്കണോമിക്സ് ടീച്ചർമാരായ ജയന്തി ടീച്ചർ, രജിത ടീച്ചർ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പൊളിറ്റിക്സ് സാർ, നമ്മുടെ പൊളിറ്റിക്സ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പി ടി സാർ, ഈന സാർ, സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മലയാള ടീച്ചേഴ്സായ സന്ധ്യ ടീച്ചർ, സാമാജികരുടെ സാധിച്ചില്ലെങ്കിൽ കൂടി അവരെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ രാജൻ സാർ, ഹിസ്റ്ററി എടുക്കുന്ന രാജൻ സാർ, ജോഗ്രഫി എടുക്കുന്ന ജോഷ് ടീച്ചർ, അവർക്കും ഇവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല. അവരെ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വീട്ടിലേക്ക് ക്ഷണിക്കാൻ നമ്മുടെ പി ടി സാറ്, ആയിരക്കണക്കിന് ഞങ്ങളുടെ പാകിസ്ഥാനി കാലഘട്ടത്തിൽ ജില്ലാ ട്രോഫി കിട്ടാനും അതുപോലെ തന്നെ കായിക ആയിട്ട് പരിശീലിച്ചിട്ട് മറ്റുള്ളവരെ സ്റ്റേറ്റിലൂടെയാണ് എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്.
അവരെല്ലാം ഇപ്പോൾ ഉയർന്ന ജോലിയിൽ സംസാരിക്കുന്നുണ്ട്. ഉയർന്ന ജോലികൾക്ക് കയറി എന്ന് പറഞ്ഞിട്ട് അറിയിക്കാറുണ്ട്, ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു 74 വയസ്സായി. എനിക്ക് കൂടുതൽ കായിക വിദ്യാഭ്യാസത്തിനോ പരിശീലിപ്പിക്കാനോ അതിനൊരു കാര്യമായ ശക്തി ഉണ്ടായില്ല എന്നുള്ള വിധത്തിൽ ഞാൻ കാര്യമായിട്ട് മാത്രം നടത്താറില്ല. കൂടാതെ ഇപ്പോഴും മലയാള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവരെ പറഞ്ഞു കൊടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെന്തായാലും നിങ്ങൾ ആരോഗ്യക്കാരുടെ പറഞ്ഞത് ഉദ്ദേശിച്ചത് എല്ലാവരും സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. ഞാൻ ഇതിനുശേഷം അദ്ദേഹത്തെ നിർത്തി വേറെ പഴയത് പറ്റിയായി പോയി. പക്ഷെ അവരുടെ പ്രശ്നം അതുമായിട്ട് കഴിഞ്ഞില്ല. സന്തോഷമായ ഏറ്റവും കച്ചവടം ഫാമിലി ലൈഫ് വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഇങ്ങനെ കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഈ സന്തോഷം ഈ കൂടുതൽ പങ്കിടാൻ ഇന്നും തന്നെയല്ല കുറേ നാളുകളുടെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പേരെ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് തന്നെ. അപ്പോൾ ഏകദേശം എല്ലാവരും അന്ന് പഠിച്ച എല്ലാ കുട്ടികളും ഒത്തുചേർന്നിട്ടുണ്ട് ആ നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക്. അതോടൊപ്പം തന്നെ എത്ര ദൂരത്തു നിന്നായാലും ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമുക്കറിയാം എല്ലാവരും ഇപ്പോൾ കുടുംബജീവിതത്തിലൊക്കെ പ്രവേശിച്ചു. എല്ലാവരും ഉത്തരവാദിത്തത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് ദുരിതങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടറിഞ്ഞ ജീവിതമാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. നമുക്കറിയാം ക്ലാസ്സിലെ കുട്ടികളുടെ എക്കണോമിക്സ് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കൊരു ജീവിതമില്ല അല്ലെ. പക്ഷെ എന്നാലും എക്കണോമിക്സിന് പ്രധാനം ഇപ്പൊ മനസ്സിലാകുന്നതല്ലോ ഇല്ലേ? എല്ലാത്തിനും പ്രധാനം സമ്പത്തില്ല. പക്ഷെ സമ്പത്ത് മാത്രം ഉണ്ടായതുകൊണ്ട് ഒന്നാവില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതുപോലെയാണ് ഈ വെള്ളത്തിൽ വഞ്ചി പോവുള്ളൂ അല്ലെ. വെള്ളം വേണം വഞ്ചിക്കിരിക്കാൻ അല്ലെങ്കിൽ വഞ്ചിക്ക് പോവാൻ. പക്ഷെ വഞ്ചി തുഴയാനും വേണാള്. പക്ഷെ അത് ആ വെള്ളം അതായത് ആ മണി ആ പണം നമ്മുടെ വള്ളത്തിൽ കയറിയ നമ്മൾ എന്താവും ഇല്ലാണ്ടാവും അല്ലേ. വെള്ളം വള്ളത്തിൽ കയറിയ നമ്മൾക്ക് ദുരിതമാണ്. അതുപോലെയാണ് അധികമായിട്ട് നമ്മൾക്ക് എന്തുണ്ടാവുമ്പോഴും അതൊരു ദുഃഖത്തിൻ്റെ കാരണമാണ്. ആദ്യമായി എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ മക്കൾക്കും ഞാൻ ആദ്യം ഒരു നമസ്കാരം പറയും. വളരെ ചെറിയത്, എന്നാലും 15 വയസ്സ് പ്രായത്തിലാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. അച്ഛൻ്റെയോ അമ്മയുടെയോ കൈപിടിച്ച് അവിടെ പിന്നിൽ റോഡിൻ്റെ ഉള്ളിൽ വന്ന കുട്ടികളാണ് ഇന്ന് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ കുട്ടികളും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഏറ്റവും നല്ല കാലമായിരുന്നു, സുവർണ കാലമായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ കാലം. അന്ന് ഒരല്ലലും ഇല്ല. നമുക്ക് എന്തെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടാലും അച്ഛനമ്മമാര് അത് നമുക്ക് നിറവേറ്റി തരും. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ വാശി പിടിക്കും, എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. വീട്ടിലുള്ള അച്ഛനമ്മമാർ എല്ലാവരും വേണ്ടില്ല അത് നിങ്ങൾക്ക് നിറവേറ്റി തരാനായിട്ട് കഴിയും. അപ്പൊ ഒരു വിഷമവും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു നിങ്ങളുടെ +2 കാലഘട്ടം. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചുപേര് തൊഴിലാളത്തിൽ പോയി, കുറച്ചുപേര് ഏതെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഏതെങ്കിലും കോഴ്സിനോ ഒക്കെ ചേർന്ന് അങ്ങനെ ഒരു 20 വർഷത്തോളം നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. അതിനിടയിലൊന്നും എനിക്ക് നിങ്ങളെ കണ്ടതായിട്ട് യാതൊരു ഓർമ്മയുമില്ല. അന്നത്തെ ചെറിയൊരു കൂട്ടം
ആ പ്ലസ് 1 പഠിക്കുമ്പോൾ 15 വയസ്സുള്ള നിങ്ങൾക്ക് ഉണ്ടായ ചെറിയൊരു മുഖത്തിന്റെ ചായം മാത്രം ഇന്ന് ശാരീരികമായി വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. ഞങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല, കൂടുതൽ മാറ്റങ്ങൾ കുട്ടികൾക്കാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഞങ്ങളെ കണ്ടെത്താനും പഴയ ടീച്ചേഴ്സിനൊക്കെ കണ്ടെത്താനും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഇതിന്റെ ഭാരവാഹികളോട് എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം വന്നതുകൊണ്ട് എല്ലാവരെയും ഒത്തൊരുമിച്ച് കാണാനായിട്ട് ഈ പഴയ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ക്ലാസ് റൂമാണിത്. ഇനി ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴൊക്കെ ഈ ബിൽഡിങ്ങിലായിരിക്കും ഹൈവേ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ ബിൽഡിങ്ങില്ല പോകും. നല്ലൊരു 3 നില ഒരു ക്ലാസ് ബിൽഡിങ്ങിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾ ചിലപ്പോൾ വരുമ്പോൾ അടുത്ത കൊല്ലം ചിലപ്പോൾ സംഘടിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ ആ കെട്ടിടത്തിലായിരിക്കും ഈ കെട്ടിടം ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പം നമ്മുടെ പഴയ ആ ക്ലാസ് റൂം നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുവരുന്ന വരാനായിട്ട് സാധിക്കുകയില്ല. ഓരോ കൊല്ലം സ്കൂളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ സ്റ്റാഫുകൾ ആരൊന്നുമില്ല. ആകെയുള്ളത് ഒരു ജയലക്ഷ്മി ടീച്ചർ മാത്രമാണ് അന്ന് നിങ്ങളുണ്ടായിരുന്നത്. നമുക്കൊരു പരിചയം ഉണ്ടാവില്ല. സയൻസിലെ ടീച്ചറാണ്. ആ ടീച്ചർ മാത്രമാണ് പഴയ സ്റ്റാഫായിട്ട് ഇപ്പോൾ ഉള്ളത്. അന്നുണ്ടായിരുന്ന എല്ലാവരും മറ്റു പല പ്രദേശങ്ങളിലേക്കും മറ്റു സ്കൂളുകളിലേക്കും മറ്റു പല പ്രൊഫഷണലായിട്ടും എല്ലാവരും പോയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും അഡ്രസ്സ് കണ്ടുപിടിക്കാനും അവരുടെ ഫോൺ നമ്പർ തപ്പാനും ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് വേദി ഒരുക്കാനും ശ്രമിച്ച ഇതിന്റെ എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾക്കും ഇവിടെ എല്ലാവരെയും ഒന്ന് കാണാനും നിങ്ങളെയും ഒന്ന് കാണാനായിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അടുത്തതായി കുട്ടികൾക്ക് ആദരിക്കുന്നതിനെ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി ആദരിക്കുന്നതിനായി കോപ്പി ഞങ്ങളെ കൊടുക്കും. എല്ലാവരും പുറത്ത് നിർത്തിയാണ്. ഞാൻ
അളിയ മുംബൈയില് അളിയ 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 നമ്മുടെ ബിജുളിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം ഞാൻ രക്ഷയാകുന്നത്. ആരും അറിയാത്തവരില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ടീച്ചേഴ്സിന് മാത്രമാണ് പേരൊന്നും മറന്നു പോയിട്ടുണ്ടാവും, എന്നാൽ അതൊക്കെ നല്ല സമയമാണ് അല്ലേ. പിന്നെ എൻ്റെ വീട് കണ്ടശാളൂര്. കണ്ടശാളൂര് തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഈ 2 മക്കള്, ഒരു മോനൊരു മോള്. മോൻ 5 മോള് LKG. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ പഴയ കാല ഓർമ്മകളൊക്കെ വീണ്ടും തിരികെ കിട്ടിയ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും അല്ലേ. പിന്നെ നമ്മള് വന്ന് നമ്മുടെ അത് എല്ലാവരും വന്നപ്പോൾ തന്നെ അവരവരുടെ സ്ഥലം വണ്ടി ഇരുന്ന പോലെ അവരവരുടെ സ്ഥലം നോക്കിയിരുന്നു. അതേ സൈഡ് മറ്റേ സൈഡിലേക്ക് പോകണില്ല. അപ്പൊ അങ്ങനെ വളരെയധികം സന്തോഷം തന്ന ഒരു വേളയാണ് അല്ലേ. എല്ലാവർക്കും ഇങ്ങനെ എല്ലാവരും വന്നതിന് എല്ലാവരും പ്രത്യേകം എല്ലാവർക്കും അറിയാം, ടീച്ചേഴ്സിനെ അറിയാം. പിന്നെ ഞാനിപ്പോ ഒരു ടീച്ചറാണ്, അതും ഇക്കണോമിക്സ് ടീച്ചറിന് കേട്ടോ. പിന്നെ ഹസ്ബൻഡ് നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രൂപ്പിലെ ചാർജാണ്. 2 മക്കള്, മോനും മോളും. പിന്നെ വന്നപ്പോ പഴയ ഓർമ്മ കിട്ടിയില്ല, കാരണം നമ്മുടെ ഓർമ്മ അപ്പുറത്തെ ക്ലാസ്സുകളായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ സെറ്റ് ചെയ്തപ്പോ തന്നെ ഞാൻ ഒരു വിഷമം ശരിക്കും ഫീൽ ചെയ്തു. ഞാൻ ആ ക്ലാസ് റൂമിലേക്ക് വരുന്ന വിഷമം വന്നത്, ആ ഒരു കുഞ്ഞു വിഷമം എനിക്കുണ്ട്. സരിത എല്ലാവർക്കും അറിയാം, ടീച്ചേഴ്സും നന്നായിട്ട് അറിയാം. ഇവരുടെ കല്യാണം കഴിച്ചത് തൃശ്ശൂര് നെടുപുഴയിലാണ്. സ്ഥലത്തിൽ 2 മക്കള്, ഒരാളൊരു പെണ്ണും. അവരെല്ലാവരും വന്നിട്ടില്ലേ. അപ്പൊ ഒരു ഓണാഘോഷപരിപാടി ഇല്ലാണ്ടവിടെ 2 മണിക്ക് അമ്മനെ തിരിച്ചെത്തിക്കുമല്ലോ വെച്ചു. പറ്റില്ല, അപ്പൊ ഞങ്ങളില്ല. അതെല്ലാം എല്ലാവരും വന്നത്. അഗ്രികൾച്ചർ കോളേജിലെ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയോടുകൂടി കഴിഞ്ഞു. ഞാൻ ജിഷ, എന്നെ അറിയില്ല നീ അറിയണ്ട. എന്നെ കല്യാണം കഴിച്ച കുറ്റിയൂർക്കാണ്. 2 മക്കള്, മോളും മോനും 2 വന്നത്. മോള് 10, മോൻ 8, ചക്കായി 1. ഹലോ, ഞാനാണ് ശ്രീ. എല്ലാവർക്കും എന്റെ ഇത്രയൊരു പരിചയമൊക്കെ ഉണ്ടാവില്ലേ, എന്നാലും ജാതിയായിട്ട് വരുന്നത്. അപ്പൊ അത് പ്രൊഡക്റ്റ് പറയാനില്ലേ, അത് ഇത്ര വലിയ ദുരിതം ഉണ്ടാക്കാൻ സാധ്യത. എന്താ ചെയ്യും? എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്നറിയാമല്ല, ഞാൻ ആദ്യമേ തന്നെ എനിക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് എനിക്ക് പാടുന്നത് എനിക്കറിയില്ല. എനിക്കറിയാമല്ലോ, ഞാനൊക്കെ ക്ലാസ്സിൽ പോയ അപ്പൊ അതിലേക്ക് ഇങ്ങനെ എല്ലാവരും വളരെ സന്തോഷമുണ്ട്. രതീഷിനും ഷെനീനും നിഷയ്ക്കൊക്കെ പ്രത്യേകമായിട്ട് രാവിലെ കൊടുക്കണം. കാരണം വെച്ചാൽ അവര് പറഞ്ഞിട്ടുണ്ട്, അവര് മുൻകൈ എടുത്ത കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടിയിരിക്കാനുള്ളൊരു വേദി വീട്ടിലൊരു അല്ലാണ്. അപ്പൊ അവർക്ക് പ്രത്യേകമായിട്ട്. പിന്നെ സനീഷ നമ്മുടെ കൂടെ പഠിച്ച പോലെ ഞാനൊരു നിഷയോട് സനീഷ നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ളത് അത്രയും ഫ്രണ്ട്ലി ആണ്. അപ്പൊ അതില് ആ കുട്ടിയോടും എന്തായാലും നന്ദിയുണ്ട്. പിന്നെ എന്താ വെച്ചാൽ മക്കള് വന്നിട്ടില്ല, മക്കള് പനിയായിട്ട് വന്നിട്ടില്ല. ചേട്ടൻ വന്നിട്ടായിരുന്നു, ഇവിടുത്തെ ഫ്രണ്ടിനാണ് അത് ചിക്കാസിനാണ്. പിന്നെ എല്ലാവരും കാണാൻ സന്തോഷം. ടീച്ചർക്കും
ഒരാൾ പ്ലസ് 1 ഒരാൾ 9 ഒരാളാണ് ആളിനെ പരിചയപ്പെടുത്തേ കാണിച്ചു പ്രസീത മക്കള് മക്കളൊന്നും വന്നിട്ടില്ല പ്ലസ് 1 പഠിക്കുന്നത് മോൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു വന്നിട്ടില്ല അവിടെ 5 സീറ്റ് കളഞ്ഞില്ലേ 2 സീറ്റ് കൊണ്ടുപോയി നിർത്താറാ സരിതവാ ബൈ ബൈ ഷനിൽ പറഞ്ഞേ അവനെ പ്രത്യേക സാഹചര്യത്തിന് വരാൻ പറ്റില്ല. പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റില്ല. അവൻ അവൻ്റെ നിർത്തതാ. പക്ഷെ അവന്റെ കൂടെ വന്ന് അടുത്ത കാരണം വരാൻ അവനെ പ്രത്യേകം കാണിച്ചോട്ടാ. ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത ആൾക്ക് ഫോൺ കൈമാറാം മൈക്ക് കൈമാറാം. എന്റെ വീടിന്റെ ഞങ്ങളെ ചോദിക്കുന്നത് അന്നിക്കാട് ഹസ്ബൻഡ് വന്നിട്ട് 2 പെൺകുട്ടികളാണ്. ഇവിടെ പറയാ വിനീത വാ വാ പിന്നെ അറിയില്ല കാര്യം പറഞ്ഞോ മൈക്ക് പൊക്കി പിടിക്കില്ല മൈക്ക് പൊക്കി പിടിക്കില്ല എല്ലാവർക്കും കൊണ്ടുവന്ന് കെട്ടിയോനാണ് ആൾക്ക് നന്ദി പറഞ്ഞു. ചെറിയൊരു ഫാമിലി സന്തോഷ ഫാമിലിയായി പോലും ഓർ വന്നിട്ട് രണ്ടാമത്തെ ആൾ വന്നിട്ടില്ല. ഇവിടെ വരാൻ സാധിച്ചില്ലേ രതീഷിനോട് രതീഷിന്റെ വയസ്സിനോട് പ്രത്യേകിച്ച് എല്ലാവരെയും നല്ല ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുന്നു. പിന്നെ പറയല്ലേ കുട്ടിയുടെ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി പോവാൻ 7 മണിക്കൂർ ഓണൻസ് പഠിക്കണം. ഞാൻ കല്യാണം കഴിച്ചത് കോലയിലേക്ക് ഹസ്ബൻഡ് വന്നിട്ടില്ല. മോളെ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മോള് 4th സ്റ്റാൻഡേർഡ്. ഞാൻ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യുന്ന ബില്ലിംഗ് സെക്ഷനില്. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു. വീട് കൊണ്ടുവന്ന എല്ലാവർക്കും നന്ദി. ടീച്ചേഴ്സിനെ കാണാൻ പറ്റിയത് നന്ദി. താങ്ക് യു. എന്റെ വീട് പെരുമല കല്യാണം വെച്ച് വേണമെങ്കിലും 2 മക്കള് ഒരാളെ ഞാൻ എനിക്ക് ഒരു വീട്ടിലാണ്. പ്രത്യേകിച്ച് പറയാനല്ലോ എന്റെ അനിയന്റെ ഭാര്യയാണ്
എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് രതീഷിനോടും ഈഗനോടും എല്ലാവരും ഒരുമിച്ച് കൂടാനായിട്ട് നമുക്ക് ഒരുക്കി തന്ന രതീഷിനും നമ്മുടെ ഭാര്യയ്ക്കും ബാക്കിയുള്ള എല്ലാ സംഘാടകർക്കും നന്ദി പറയുന്നു. ഞാൻ പിടിച്ചല്ല ഈ വിഷമിക്കണ്ട. എൻ്റെ പേര് സവിത. ഭർത്താവ് ഷബീർ. കല്യാണം ചന്ദ്രാത്രി. ഒരു മോൻ 5 മാസം. എൻ്റെ പേര് സന്ദീപ്. എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. ഉണ്ണീഷ മാഷ്, ജയലളിത മാഷ്, എല്ലാവരും നമുക്ക് കാണാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും ഒത്തുകൂടി വളരെ സന്തോഷം. ഞാനിപ്പോ വടകരയില് ഒരു സിൽവർ വർഷിപ്പ് വർക്ക് ചെയ്യുന്നു. എല്ലാവരും എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ടീച്ചറൊക്കെ ഞാൻ പറഞ്ഞില്ല ടീച്ചറെ പിന്നെ അഷ്റഫി പേരെയാണ് ആ ടൈമിനെ കണ്ടത്. വളരെ സന്തോഷം. പിന്നെ നമുക്ക് ഇതേപോലെ അടുത്ത വർഷവും ചെയ്തായിട്ടുള്ള അവസരം ഉണ്ടാകുന്നത് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ അറിയില്ല. ഞാനൊരു സിവിൽ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് സൈറ്റ്. പിന്നെ എൻ്റെ ഭാര്യ അപ്പുറത്തോടെ പുറത്തുണ്ട്. ഒരാള് 7 വയസ്സ്, ഒരാൾക്ക് 2 വയസ്സ്. പിന്നെ ഇതില് ഒരു ആൾക്കാരെ ഞാനിപ്പോ കുറെ നാളിന് ശേഷം കാണുന്നത്. ബാക്കി ആമ്പിള്ളേരൊക്കെ എപ്പോഴും കാണാറുണ്ട്. ടീച്ചർമാരൊക്കെ വളരെ കാലത്തിന് ശേഷം വളരെ സന്തോഷം. എല്ലാവരും ഒന്നുകൂടെ കണ്ടതുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മളൊന്നും ഇങ്ങനെ കൂടിച്ചേർന്ന് അതൊരു സാഹചര്യം കാണില്ല. ഒരു ആത്മാവോട് മാത്രമാണ് നമ്മള് കൂടിച്ചേർന്ന് ഒരു അവസരം ആയാണ് എനിക്ക് തോന്നുന്നു. ഇത് എന്റെ മകൻ ചാക്കോക്ക് എന്റെ വൈഫ് ചെയ്തു. അവിടെ ഡയറിയില് സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ എന്റെ പേര് വളരെ കാര്യമില്ല. ഇനി അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ടീച്ചർമാരോട് എത്ര നന്ദി പറഞ്ഞാൽ തീരുമാനിക്കാനില്ല. എന്താ വെച്ചാൽ അന്ന് അസല് കുടുംബങ്ങളെയാണ് അന്ന് ഉപദേശിച്ച് ഒന്നും ഞാൻ കേട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ ടീച്ചർ പറഞ്ഞപ്പോ ടീച്ചർ പ്രസംഗം പറയുമ്പോ ഞാൻ എന്തോരം ശ്രദ്ധിച്ചത് എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. അത്രയും ഞാനത് ശ്രദ്ധിക്കാൻ തയ്യാറാണെന്ന് ഞാൻ ടീച്ചർമാരെ അതുപോലെ ഇപ്പോഴാണ് ടീച്ചർ ഞാൻ ഉപദേശിക്കാണെന്ന് തോന്നുന്നത്. പക്ഷെ ടീച്ചർ ഇപ്പോഴും ഞങ്ങൾ ഉപദേശിക്കണം. ഞങ്ങൾ നിങ്ങൾ ചെറിയ പിള്ളേരാണ്. എനിക്ക് തോന്നുന്നു വലിയ മാറ്റങ്ങളൊന്നുമില്ല. 19 വർഷമായി എനിക്കിപ്പോ തോന്നുന്നില്ലേ. ഒരു 6 വർഷം 5 വർഷം എനിക്കിപ്പോ തോന്നുന്നു. പിന്നെ ഇതില് വേറെ പ്രത്യേകിച്ച് പറയാൻ രതീഷിന് ഒരുപാട് സമൂഹം ജയിക്കാൻ പറയാനുണ്ട്. ഇതിന്റെ പിന്നീട് CEO ഒരുപാട് വരുന്നുണ്ട്. ഇവര് കണ്ടോളം വർക്ക് ചെയ്യുന്നത് ഷെന്നില് എന്ന് പറയുന്നത് ഉള്ളിൽ വർക്ക് മാത്രമേ എല്ലാവരും ഇങ്ങനെ പുഷ് ചെയ്യാം. ഷെന്നിലും ഡ്യൂട്ടി. പിന്നെ ഷിനോയി ഞാൻ പിന്നെ ഷിയാബുവിനാണ് ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 തോന്നുന്നു. എന്റെ ഓർമ്മ 2014. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ കിട്ടുന്ന യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല.
ഓക്കെ അറിയാലോ നിങ്ങളെ എവിടേക്കാണെന്ന് പോലും നമ്പർ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാലത്ത് പറഞ്ഞാൽ ഫോണ് എന്നൊന്നും സംഭവമില്ല. ഫോൺ വളരെ കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ മാത്രം ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അനൂപ് അനൂപിന്റെ നമ്പർ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 2,256 അനൂപിന് എത്താൻ സാധിച്ചില്ല. നമുക്ക് കല്യാണം ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എത്താൻ വേണ്ടിയില്ല. പിന്നെ പറയാനുള്ളത് ബ്ലാക്ക് ആയിട്ട് തുടങ്ങിയിട്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്റെ മക്കളെ ഒരാൾ പുറത്തുണ്ട്. എന്റെ വൈഫ് നേഴ്സാണ്, ആളുമില്ല. ഞാനിപ്പോ ഒരു റെസ്റ്റോറന്റ് പള്ളിയുള്ള ചെറിയൊരു റെസ്റ്റോറന്റ് ഒരു 4 വർഷമായിട്ട് നടക്കുന്നത്. 4 വർഷം കണ്ടില്ല, 5-ാമത്തെ വർഷം. പിന്നെ അതിനുശേഷം വേറെ പോലീസ് തുടങ്ങിയിരുന്നു, അത് ഓടി കഴിഞ്ഞ് പോയി. അതുകൊണ്ട് അതിനുള്ള പ്രസാദ് വീട്ടുണ്ടായിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റ്. അത് കഴിഞ്ഞ പ്രളയത്തിലൊന്ന് മുങ്ങി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോയിരുന്നു. ഫസ്റ്റ് പ്രളയത്തിലായിരുന്നു. അതിങ്ങനെ ചെറിയ രീതിയിൽ കാണിച്ചത് പോകണം, കുഴപ്പമില്ല, റിക്കവറായിട്ട് പോയിരുന്നു. നിങ്ങള് എപ്പോഴേക്കും സമയം കിട്ടുമ്പോൾ ആ വഴി പോകാനുള്ള വിളിക്കും. ഞാനിവിടില്ല, പുറത്താണ്. 4 മാസം ലീവിനായിട്ട് വന്നതാണ്. എന്നോട് ഇങ്ങനെ പരിപാടി തുടങ്ങിയപ്പോൾ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പരിപാടി ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ സനീഷാണ് നിലവിലെ ഇവിടെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഇതിന് നടക്കാൻ കഴിയുന്നില്ല. 1 മാസം ലീവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇതിന്റെ പിന്നാലെ അങ്ങനെ സമ്മതിക്കില്ല. ഒരു മോൻ, ഒരു മകള് കൂടെ വന്നിട്ട് മോൻ വന്നിട്ടില്ല പുറത്ത് കളിക്കാൻ. അപ്പൊ പിന്നെ എന്തെങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച്.
എന്ന് ചോദിച്ചു നിന്നു, ഇല്ലില്ല എന്നു നീ കള്ളം പറഞ്ഞു. പൂവണ്ട് മൂടുന്ന നെഞ്ചിന്റെ ഉള്ളിൽ നീ മാത്രമാണെന്ന് മൗനം പറഞ്ഞു. കാറ്റോർമയിൽ മന്ദാരമായി നീ, പാട്ടോർമയിൽ മൂവന്തിയായി. തടാകം നിന്ദേഹം ഈ രാഗം തരൂ തരൂ നീ. പൂത്തുവോ എന്ന് ചോദിച്ചു നിന്നു, ഇല്ലില്ല എന്നു നീ കള്ളം പറഞ്ഞു. പൂവണ്ട് മൂടുന്ന നെഞ്ചിന്റെ ഉള്ളിൽ നീ മാത്രമാണെന്ന് മൗനം പറഞ്ഞു. നാം നനയുമീ തൂമഞ്ഞിലെ മധുരം തോരാ. തങ്കത്തളികളിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ദമുണ്ടോ? തങ്കത്തളികളിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? ആനന്ദമന്ത്രമുണ്ടോ? തുള്ളിക്കളിക്കും കടലും കായലും